മീൻ വിൽക്കാനിറങ്ങിയ ഹനാനെ അപകീർത്തിപ്പെടുത്തിയവർക്ക് മുന്നിൽ അവളുടെ കുടുംബത്തിന്റെ ദൈന്യത തുറന്നു പറയുകയാണ്. ഈ അമ്മയെ ചികിത്സിക്കാൻ കൂടിയാണ് അവൾ മീൻ വിൽക്കാനിറങ്ങിയത്. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്യില്ലായിരുന്നു. പക്ഷേ കരുതിക്കുട്ടി ഹനാനെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ദൃശ്യങ്ങൾ. കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കാതെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സധൈര്യം മുന്നേറുന്ന ഹനാന്റെ അമ്മയാണിത്. സുഹ്റാബി ദാരിദ്ര്യത്തെ തുടർന്ന് ഭർത്താവ് ഉപേക്ഷിച്ചപ്പോഴാണ് ഈ നിലയിലായത്. ഈ അമ്മയുടെ ചികിത്സയ്ക്ക് കൂടിയാണ് ഹനാൻ കഠിനാധ്വാനം ചെയ്യുന്നത്. തൃശൂർ ചേർപ്പ് സ്വദേശിനിയായ സുഹ്റാബി പതിവായി സാഹിത്യ അക്കാദമിയിലെത്തും. വൈകിട്ട് മടങ്ങും. ചിലപ്പോൾ ഹനാൻ അടുത്തേക്കോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലോ പോകും. അക്കാദമിയിലെത്തുന്ന ആരെങ്കിലും ഭക്ഷണം നൽകുകയാണ് പതിവെന്ന് ഹനാന്റെ സുഹൃത്ത് ഷമീർ പറയുന്നു. അവിടെ അക്കാദമിയിൽ ഇരിക്കുമ്പോൾ പരിചയക്കാരും മറ്റും വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണമൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് ആളവിടെ നിൽക്കുന്നത്. സ്ഥിരമായിട്ട് അക്കാദമിയിൽ കാണാറുണ്ട്. പിതാവിന്റെ അമിത മദ്യപാനം കുടുംബത്തെ ബാധിച്ചപ്പോൾ ഹനാനും സഹോദരനും താങ്ങായത് സുഹ്റാബിയുടെ വരുമാനമായിരുന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ഇവർക്ക് ജോലി. പ്രാരാബ്ദം താങ്ങാതായപ്പോൾ സുഹ്റാബിയുടെ മനസ്സ് പിണങ്ങി. അതോടെ ഹനാനും അനിയനും പൂർണ്ണമായും അനാഥരായി. ക്യാമറാമാൻ ഇമ്മാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ.